ഇപ്പോൾ കേരളത്തിൽ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജിയാണ്. മതരാഷ്ട്രം വാദം എന്നതിലപ്പുറം ഇന്ത്യ രാഷ്ട്രത്തിന്റെ ഭരണഘടന നിലനിർത്താൻ വേണ്ടി വോട്ട് ചെയ്താൽ അത് മതപരമായി തെറ്റാണെന്നും അങ്ങനെ വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മത്സരിക്കാനോ പാടില്ലെന്ന പ്രഭാഷണം പോലും ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. 24 ചാനലിൽ അരുൺ പറയുന്നത് ശ്രദ്ധിക്കുക. മതരാഷ്ട്രവാദമില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു. 2016 ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിരുന്നതായി കെ മുരളീധരനും വെളിപ്പെടുത്തിയിരുന്നു. ആദ്യം നമുക്ക് ആ പ്രസംഗം ഒന്ന് കേൾക്കാം. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പഴയ പ്രസംഗം. അനിസ്ലാമിക വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ എന്ത് വന്നാലും വിടില്ല, അള്ളാഹുവിന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ. ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നോ വോട്ട് രേഖപ്പെടുത്തുന്നോ ശിർക്കാണ്, തൗഹീദിനെതിരാണ്, അനിസ്ലാമികമാണ്, ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളുമാണ്, ഖിയാമത്ത് നാൾ വരിക മാറൂല. വളരെ കൃത്യമാണല്ലോ കാര്യം. അതായത് ഈ അള്ളാഹുവിൻ്റെ നിയമമല്ലാത്ത, അതായത് ഇന്ത്യൻ ഭരണഘടന അള്ളാഹുവിൻ്റെ നിയമമല്ലല്ലോ, അത് അംബേദ്കറിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നയങ്ങളും വ്യവസ്ഥിതികളും ഒക്കെയാണ്. അതിനെ നിലനിർത്താൻ വേണ്ടിയോ അംഗീകരിച്ചുകൊണ്ടോ വോട്ട് ചെയ്യുന്നത് മതത്തിൽ നിഷിദ്ധമായ കാര്യമാണ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് അത് ഷിർക്കാണ് എന്നാണ്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന് ഇസ്ലാമും ഈ ഷിർക്കും ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. ഈ വിഭാഗങ്ങളും സുന്നികളും യഥാർത്ഥത്തിൽ വ്യത്യാസമായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നാളെ ഷിർക്കായ കാര്യം നാളെ അവർക്ക് തൗഹീദാകുന്നു. അതാണിപ്പോൾ മതരാഷ്ട്രവാദം എന്നത് ഞങ്ങൾക്കില്ല, അത് മൗദൂദിയുടെ ചിന്താഗതികളാണ്, അത് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ചിന്തകൾ ഞങ്ങൾക്കില്ല എന്നാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഷിർക്കായ കാര്യം ഇന്ന് എങ്ങനെ തൗഹീദായി? അരുൺ സാർ, നിങ്ങൾ ചോദിക്കേണ്ടത് ഇതാണ്, നിങ്ങൾ എങ്ങനെ ഇത് മാറ്റും? കാരണം ബഹുദൈവ വിശ്വാസമാണ് ഈ ഭരണഘടന നിലനിർത്താൻ വേണ്ടി വോട്ട് ചെയ്യുന്നത് എന്ന് പ്രസംഗിച്ച ആ ആശയം തന്നെയാണ് ഇന്നും നാളെയും ഖിയാമത്ത് നാൾ വരെയും മാറുകയില്ല എന്ന് പ്രസംഗിച്ച നിങ്ങൾ എങ്ങനെയാണ് ഇത് മാറ്റം വരുത്തുക? എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബഹുദൈവ വിശ്വാസത്തിലേക്ക് മാറി എന്നാണോ എന്ന് അരുൺ സാർ അവരോട് നന്നായി ചോദിക്കേണ്ടതുണ്ട്. നിങ്ങളിവിടെ പറഞ്ഞ ചർച്ചകൾ വളരെ പ്രസക്തമാണ്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ കാര്യങ്ങളെല്ലാം പഠിച്ചു തന്നെയാണ് അവതരിപ്പിക്കുന്നത് എന്നതിൽ സന്തോഷമുണ്ട്. അതേസമയത്ത് പഠനങ്ങളിലും മനുഷ്യന് അപകടങ്ങളും അബദ്ധങ്ങളും ഒക്കെ സംഭവിക്കാം. ഏതായിരുന്നാലും ഈ കാര്യം വളരെ നിങ്ങൾ വ്യക്തമായി സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം കൂടെ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയോട് ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ബഹുദൈവ വിശ്വാസമായിരുന്ന കാര്യം എങ്ങനെ ഇപ്പോൾ ഏകദൈവ വിശ്വാസമായി? അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഏകദൈവ വിശ്വാസമാണ്. ബഹുദൈവ വിശ്വാസവുമായി ഒരു രീതിയിലും യോജിച്ചു പോകാത്ത മതമാണ് ഇസ്ലാം എന്ന് അരുൺ സാർ നിങ്ങളടക്കം കേട്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ഇന്ന് എങ്ങനെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇത് തിരുത്താൻ കഴിയും? ഈ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് ഭരണ തലങ്ങളിലേക്ക് മത്സരിക്കുന്ന ആളുകൾ, അത് മുസ്ലിം സമുദായ പാർട്ടിയാണെങ്കിലും ശരി അല്ലാത്തവരാണെങ്കിലും ശരി, നിങ്ങളൊക്കെ മറുപടി പറയണം. ഈ ഭരണഘടന ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ ഭരണഘടന നിലനിർത്താൻ വേണ്ടി ഇവിടെ ഇലക്ഷനിൽ മത്സരിക്കുന്നതും വോട്ട് ചെയ്യുന്നതുമെല്ലാം ബഹുദൈവാരാധനയാണ് എന്ന് പറഞ്ഞാൽ ഈ ജമാഅത്തെ ഇസ്ലാമി ഒരുപക്ഷെ ഇപ്പോൾ മത്സരിക്കുന്നതെല്ലാം ഇതിനെ തകർക്കാൻ വേണ്ടിയാണ് എന്ന് പറയേണ്ടി വരും. അതല്ല എങ്കിൽ അവർ ബഹുദൈവ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നു എന്ന രണ്ടാലൊരു കാഴ്ചപ്പാടിലേക്ക് എത്തേണ്ടതുണ്ട്. ഈ രണ്ട് കാഴ്ചപ്പാടും അപകടം സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ കൂടെ മത്സരിക്കുന്ന, അവരെ കൂടെ നിർത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മീഡിയ വൺ എന്നറിയപ്പെടുന്ന ചാനലിന്റെ പിന്തുണ ലഭിക്കാൻ വേണ്ടി ഏതെങ്കിലും സമുദായ പാർട്ടികൾ ഇവരെ കൂട്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതിന് മറുപടി പറയണം. ജമാഅത്തെ ഇസ്ലാമിയുമായി എങ്ങനെ സഹകരിച്ചു പോകുമെന്ന് അവരുടെ വാദം നമുക്ക് ഒന്നുകൂടെ കേൾക്കാം. സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നോ വോട്ട് രേഖപ്പെടുത്തുന്നോ തൗഹീദിനെതിരാണ്, അനനുവദനീയമാണ്, നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. വി എസ് സജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വി എസ് സജിത്ത്, ഗുഡ് മോർണിംഗ്. വി എസ് സജിത്ത് ഈ അമീറുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ലല്ലോ, ജമാഅത്തെ മതരാഷ്ട്രവാദത്തെ പിന്തുണയ്ക്കുന്നില്ല, മൗദൂദി ആശയങ്ങൾ പിൻപറ്റുന്നില്ല, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ ഷൂറ അംഗം തന്നെ ഈ കാര്യങ്ങളൊക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. മതരാഷ്ട്രം വരണം, മതരാഷ്ട്രം വന്നാലേ ആരാധനകളൊക്കെ പൂർണ്ണമാവുകയുള്ളൂ, ബാക്കിയെല്ലാം ശിർക്കത്താണ് എന്നൊക്കെയാണ് പറയുന്നത്. ഈ അരുണ് പോലും അവരുടെ ശിർക്ക്, അതാണ് അദ്ദേഹം ശിർക്കത്ത് എന്ന് പറയുന്നത്. ഏതായിരുന്നാലും ആ കാര്യങ്ങൾ ഇദ്ദേഹം പോലും പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ
ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം അപകടം പിടിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഒരു മെക്സവൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യായാമ സംഘം കടന്നു വരുമ്പോഴും നമുക്ക് പേടിയാണ്. കാരണം നമ്മുടെ കുട്ടികൾ നാളെ NIA-യുടെ അന്വേഷണത്തിന് വിധേയമാകരുത്. കാരണം രാഷ്ട്രവിരുദ്ധ വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളിലും നമ്മുടെ തലമുറകൾ ഉൾപ്പെടാൻ പാടില്ല, നമ്മുടെ കുടുംബം പെടാൻ പാടില്ല, നമ്മുടെ സ്ത്രീകളും കുട്ടികളും പെടാൻ പാടില്ല. ഈ ഒരു ജാഗ്രത ഇവിടുത്തെ സുന്നികൾക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരം വിഭാഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊരു പേടിയോടുകൂടെ അതിനെ വീക്ഷിക്കുന്നത്. മാത്രമല്ല NDF എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കടന്നു വരുന്ന ഘട്ടം നമുക്കറിയാം. ആരാണ് ഇതിന്റെ പിന്നിലെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു അഡ്രസ് അവർ പറയുകയില്ലായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയാണ് പിന്നിലെന്ന് പറയില്ലായിരുന്നു. പിന്നെ കാര്യങ്ങളൊക്കെ ആളുകൾക്ക് വർഷങ്ങൾ കഴിയുമ്പോൾ ബോധ്യപ്പെടുകയാണ്. ഈ രൂപത്തിൽ പട്ടിൽ പൊതിഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി എന്ന ആശയം വെറുക്കപ്പെട്ടതാണ് എന്ന് അവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അതിന് മറ്റുള്ള മറകൾ സൃഷ്ടിച്ച്, വ്യായാമത്തിന്റെ മറ സൃഷ്ടിച്ച്, അതുപോലെ മുസ്ലിമീങ്ങൾ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു, അവർ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള പുകമറകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടാണ് വികലമായ വിശ്വാസം ഈ മുസ്ലിം ഉമ്മത്തിലേക്ക് കടത്താൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ മുസ്ലിങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം പണ്ഡിതന്മാർക്ക് ഒരു ജാഗ്രത ഉണ്ടാകുന്നത്, അവർക്കൊരു ഭയം ഉണ്ടാകുന്നത്. ഇതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടെങ്കിൽ അപകടമാണ് എന്ന് തോന്നാനുള്ള കാരണം നമുക്കറിയാം. വഹാബിസം എന്ന് പറയുന്നതിന്റെ ഒരു പാർട്ടാണ് ജമാഅത്തെ ഇസ്ലാമി. സലഫി വിശ്വാസങ്ങളെല്ലാം അതിൽ ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, മുജാഹിദുണ്ട്. ഇത്തരം വിഭാഗങ്ങളെല്ലാം യഥാർത്ഥത്തിൽ വഹാബിസത്തിന്റെ കീഴിൽ വരുന്നതാണ്. അതിനെല്ലാം ചേർത്താണ് വഹാബികൾ എന്ന് പറയുന്നത്. 2 നൂറ്റാണ്ടിനിപ്പുറം സൗദി അറേബ്യയിൽ ജനിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ് ഈ വഹാബിസത്തിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ സലഫിസത്തിന്റെ സ്ഥാപകൻ. അദ്ദേഹമാണ് ലോകത്ത് ആദ്യമായി ഇതുപോലുള്ള ഒരു ഭീകര പ്രവർത്തനം മുസ്ലിം ലോകത്ത് വിതച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിനുശേഷമാണ് മുസ്ലിം സമുദായത്തിൽ തീവ്രവാദം, ഭീകരവാദം എന്നുള്ള പേരുകൾ വിളിക്കപ്പെടുന്നത്. അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പേര് മുസ്ലിങ്ങൾക്കെതിരെ വരാനുണ്ടായ കാരണം അത് ഈ വിഭാഗങ്ങളാണ് എന്നതിൽ ലോകത്താർക്ക് തർക്കമില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ ഏത് ഭാഷയിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഈ വിഷയം കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അരുൺ സാറോട് മാത്രമല്ല പ്രേക്ഷകരോട് എല്ലാവരോടും പറയുകയാണ്, എന്താണ് ഇവിടെ സുന്നികളും ഈ വിഭാഗങ്ങളിൽ വഹാബി പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള വ്യത്യാസം? അത് ഇസ്ലാമിന്റെ തനതായ വിശ്വാസത്തിലേക്ക് തിരിച്ചു പോവുക എന്ന് പറയുന്ന വിഭാഗമല്ല യഥാർത്ഥത്തിൽ ഈ പറയപ്പെടുന്ന വഹാബി ഗ്രൂപ്പുകളൊന്നും. നേരെ മറിച്ച് കഴിഞ്ഞ ദിവസം ഷിർക്കായ കാര്യം ഇവിടെ ഇദ്ദേഹം പറഞ്ഞു, ശിർക്കത്തായ കാര്യം എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസം എന്നാണ് പറഞ്ഞത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുദൈവ വിശ്വാസമായി പഠിപ്പിച്ച കാര്യം ഇന്നവർക്ക് ഏകദൈവ വിശ്വാസമാകുന്നു. കഴിഞ്ഞ ദിവസം ഒരു മുജാഹിദ് നേതാവ് പ്രഭാഷകന്റെ ഒരു വീഡിയോ നമ്മൾ കാണിച്ചിരുന്നു. മുമ്പ് ശിർക്കായ കാര്യം പിന്നെ അദ്ദേഹം തൗഹീദാക്കുന്നു, തിരുത്തുന്നു. അതായത് മുമ്പ് ബഹുദൈവ വിശ്വാസമാണെന്ന് പഠിപ്പിച്ച കാര്യം പിന്നീട് ഏകദൈവ വിശ്വാസമാകുന്നു. അതേപോലെ ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ട് ചെയ്യുന്നതും ഇതെല്ലാം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഹാക്കിമിയത്ത് എന്ന് പറയുന്ന ഒരു വിശേഷണമുണ്ട്. അതിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കലാണ്, അല്ലെങ്കിൽ അതിൽ ഇന്ത്യൻ ഭരണഘടനയിൽ കൂടെ പങ്കു ചേർക്കലാണ്. അതുകൊണ്ട് അത് ശിർക്കാണ്, ബഹുദൈവ വിശ്വാസമാണ് എന്ന് പറയുന്നു. പിന്നെ അവർ തിരുത്തുന്നു, അത് ഏകദൈവ വിശ്വാസമാണ് എന്ന് പറയുന്നു. ഇത് തിരുത്താൻ സുന്നികൾക്ക് കഴിയില്ല. ഇതാണ് ഇവിടെയുള്ള പുത്തൻ പ്രസ്ഥാനങ്ങൾ, വഹാബി പ്രസ്ഥാനങ്ങളെല്ലാം സുന്നികളുമായി വേറിട്ട് നിൽക്കുന്നത്. അവർക്ക് മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിരുന്ന കണ്ണേറ് തട്ടുമെന്ന വിശ്വാസം അത് മുമ്പൊരിക്കൽ അത് ശിർക്കായിരുന്നു, പിന്നീട് അത് തൗഹീദാവുന്നു. ചില ആളുകൾക്ക് മുമ്പ് തൗഹീദായിരുന്നു, ഇപ്പോൾ അത് ശിർക്കാവുന്നു. അതുപോലെ തന്നെ ജിന്നുകളെ കുറിച്ചുള്ള വിശ്വാസം അത് മുമ്പൊരിക്കൽ തൗഹീദ്, പിന്നെ ശിർക്ക്, ഇങ്ങനെ തുടങ്ങി ദിനം പ്രതി ഇവരുടെ ബഹുദൈവ വിശ്വാസവും ഏകദൈവ വിശ്വാസവും മാറുന്നു എന്നതാണ് അത്ഭുതം. മുസ്ലിമികളെ സംബന്ധിച്ചിടത്തോളം ആദ്യ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്ന് വരെയുള്ള ഒരു മുസ്ലിമിനും വിശ്വാസത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ല. ഒന്നും എന്നും രണ്ടാണ്, മൂന്നാകുന്ന പ്രശ്നമേ ഇല്ല എന്ന പോലെ ലോകത്തിന്റെ സൃഷ്ടാവ് ഏകനാണ് എന്ന് പറഞ്ഞാൽ പിന്നീട് അത് രണ്ടാക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. ആകയാൽ സുന്നികളുടെ വിശ്വാസത്തിൽ മാറ്റമില്ല. ഇവർ ഈ പറയുന്ന ബഹുദൈവ വിശ്വാസമാണെന്ന് വിശ്വസിച്ച പല കാര്യങ്ങളും പിന്നീട് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നു. ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞത് പിന്നീട് ബഹുദൈവ വിശ്വാസം എന്ന് പറയുന്നു. ഈ അടിസ്ഥാനത്തിലാണ് സുന്നികളെയൊക്കെ ഇവർ ബഹുദൈവ വിശ്വാസികൾ എന്ന് പറയുന്നത്. അത് കാലങ്ങളിൽ അവരുടെ തൗഹീദുകളിലുണ്ടായ വകഭേദങ്ങളാണ്, മാറ്റങ്ങളാണ്, അപ്ഡേഷനുകളാണ് യഥാർത്ഥത്തിൽ സുന്നികളെ കുറിച്ച് ഇത്തരം ആരോപണം ഉന്നയിക്കാനുള്ള കാരണം. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഞങ്ങളും ഇവരും തമ്മിലുള്ള വ്യത്യാസം ഈ തിരുത്തലുകളാണ്. അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത് അത് അക്ഷരാർത്ഥത്തിൽ അതിന്റെ ആ നിയമങ്ങൾക്കോട്ട് ഉള്ളിൽ നിൽക്കുക എന്നതാണ്. അതിന്റെ തൗഹീദിൽ ഇനി ഗവേഷണങ്ങൾക്ക് പ്രസക്തിയില്ല. അതല്ലെങ്കിൽ അന്ന് തൗഹീദായ കാര്യം ഇന്ന് ശിർക്കാവുകയോ ഇന്ന് ശിർക്കായ കാര്യം അന്ന് തൗഹീദാവുകയോ ചെയ്യുക എന്ന ഒരു കാര്യം ഒരിക്കലും ഉണ്ടാവില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ സുന്നികൾ. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയല്ല, അതുപോലെ വഹാബി ഗ്രൂപ്പുകൾ ഒന്നും അങ്ങനെയല്ല.
എന്നത് നിങ്ങളൊക്കെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇസ്ലാമിന് ചീത്തപ്പേരുണ്ടാക്കുന്നതെല്ലാം ലോകതലങ്ങളിലും എവിടെയാണെങ്കിലും ഈ വിശ്വാസത്തിന്റെ വാക്താക്കൾ മാത്രമാണ്. സൂഫി പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ അശ്അരി വിശ്വാസത്തിന്റെ യഥാർത്ഥ സുന്നി വിശ്വാസം ഈ വിഭാഗത്തിന്റെ ആളുകളോ ലോകത്തെവിടെയും അന്താരാഷ്ട്ര തലങ്ങളിലോ ദേശീയ തലങ്ങളിലോ എവിടെയും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ആളുകളാകുന്നില്ല എന്നത് തന്നെയാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം.